ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. 2 വർഷത്തിന് ശേഷം തെക്കൻ ഗസയിലെ റഫ ഇടനാഴി തുറന്ന ഇസ്രായേൽ. 2 വർഷത്തിന് ശേഷം ഗസയെ ഈജിപ്തുമായി ബന്ധിപ്പിക്കുന്ന റഫ ഇടനാഴി തുറന്നു. നിയന്ത്രണങ്ങളോടെ ഇരുവശത്തേക്കുമുള്ള ഗതാഗതം ഉറപ്പാക്കുമെന്ന് ഇസ്രായേൽ. ഗസ വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥ പ്രകാരമാണ് നടപടി. ഇരുവശത്തേക്കും പരിമിതമായി മാത്രമേ പലസ്തീൻകാരുടെ യാത്ര അനുവദിക്കൂ എന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരുന്നു. കർശനമായ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം ഇസ്രായേലിന്റെ ക്ലിയറൻസ് ലഭിച്ചവരെ മാത്രമാണ് കടത്തിവിടുക. യുദ്ധസമയത്ത് പലായനം ചെയ്ത പലസ്തീൻകാരെ റഫ ഇടനാഴിയിലൂടെ തിരിച്ചെത്തുവാൻ അനുവദിക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. 42,000 പേരാണ് പലായനം ചെയ്തത്. ഇസ്രായേൽ ഈജിപ്ത് ഉദ്യോഗസ്ഥരാണ് ചെക്ക് പോസ്റ്റ് നിയന്ത്രിക്കുക. യൂറോപ്യൻ യൂണിയൻ ബോർഡർ പട്രോൾ ഏജന്റുമാർ മേൽനോട്ടം വഹിക്കും. അടിയന്തര ചികിത്സ കാത്തിരിക്കുന്ന 50 രോഗികൾക്ക് മുൻഗണന ലഭിക്കും. ബന്ദികളാക്കിയവരുടെ അവസാന മൃതദേഹവും കണ്ടെടുത്തതിനെ തുടർന്നാണ് ഇടനാഴി തുറക്കുവാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അനുമതി നൽകിയത്. കാര്യവട്ടത്തെ 2020 മത്സരത്തിനിടെ കുപ്പിവെള്ളത്തിന് അമിത വില ഈടാക്കിയ സംഭവം ഖേദം പ്രകടിപ്പിച്ച് KCA. കാര്യവട്ടത്തെ ഇന്ത്യ ന്യൂസിലാൻഡ് 2020 മത്സരത്തിനിടെ സ്റ്റേഡിയത്തിൽ കുപ്പിവെള്ളത്തിന് അമിത വില ഈടാക്കിയ സംഭവം പരിശോധിക്കുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. കാണികൾക്കുണ്ടായ അസൌകര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും KCA. നിശ്ചയിച്ചതിനേക്കാൾ അമിതവില കച്ചവടക്കാർ ഈടാക്കിയെന്ന് കണ്ടെത്തി. സ്റ്റേഡിയത്തിൽ 10 രൂപയുടെ വെള്ളത്തിന് 100, 20 രൂപയുടെ വെള്ളത്തിന് 200 രൂപയുമാണ് ഈടാക്കിയത്. വലിയ പ്രതിഷേധമായിരുന്നു സംഭവത്തിൽ ഉയർന്നിരുന്നത്. പിന്നാലെയാണ് KCAയുടെ ഇടപെടൽ. സംഭവം ഗൌരവതരമാണെന്നാണ് KCA വിലയിരുത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പാനീയങ്ങളുടെ സ്പോൺസറെ BCCI ആണ് തീരുമാനിക്കുന്നത്. BCCI നിശ്ചയിച്ച കരാറിൽ തുക കൃത്യമായി നൽകിയിരുന്നു. 200 മില്ലിലിറ്റർ കുടിവെള്ളത്തിന് 10 രൂപയും 250 മില്ലിലിറ്റർ ജ്യൂസ് തുടങ്ങിയ പാനീയങ്ങൾക്ക് 50 രൂപയുമാണ് BCCI നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് കരാറുകാർ ലംഘിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കൃത്യമായി നടപടിയെടുക്കുമെന്ന് KCA അറിയിച്ചു. വീണ്ടും 2 കേന്ദ്ര ബജറ്റുകൾ കൂടി കഴിഞ്ഞു, എന്നിട്ടും എയിംസ് കണ്ടില്ല സർ. മറുപടിയുമായി ആരോഗ്യമന്ത്രി. സംസ്ഥാനത്തിന് എയിംസ് അനുവദിക്കാത്ത കേന്ദ്ര ബജറ്റിനെതിരെ രാഷ്ട്രീയ വിവാദം കത്തുന്നതിനിടെ പ്രതികരണവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഭൂമി കൊടുക്കാത്തതുകൊണ്ടാണ് കേരളത്തിന് എയിംസ് കിട്ടാത്തതെന്ന BJPയുടെ ന്യായീകരണത്തിനാണ് മറുപടി. എയിംസിനായി കേരളത്തിൽ ഭൂമി അനുവദിച്ചത് അറിയിച്ചതിന് ശേഷം 2024 കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച മറുപടി കത്ത് പരസ്യപ്പെടുത്തിയാണ് ആരോഗ്യമന്ത്രി മറുപടി നൽകിയിരിക്കുന്നത്. കേരളത്തിന് എയിംസ് അനുവദിക്കുന്നതിന് തത്വത്തിൽ അംഗീകാരം നൽകുവാൻ ധനമന്ത്രാലയത്തോട് അഭ്യർത്ഥിച്ചുവെന്നും അടുത്ത പ്രഖ്യാപനത്തിൽ കേരളത്തിന്റെ എയിംസ് ഉൾപ്പെടും എന്നുമാണ് 2024 കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിരിക്കുന്നത്. വീണ്ടും 2 കേന്ദ്ര ബജറ്റുകൾ കൂടി കഴിഞ്ഞു, എന്നിട്ടും എയിംസ് കണ്ടില്ല. ആരോഗ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. ജനപിന്തുണ തിരിച്ചുപിടിക്കുക ലക്ഷ്യം. LDFന്റെ മേഖലാ ജാഥകൾക്ക് തുടക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള LDFന്റെ മേഖലാ ജാഥകൾക്ക് തുടക്കം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥ കാസർഗോഡ് കുമ്പളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മതവികാരം ഇളക്കിവിടുവാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നെന്ന് ആരോപിച്ച മുഖ്യമന്ത്രി പ്രതിപക്ഷ സംഘടനകളെ രൂക്ഷമായി വിമർശിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDF വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയുടെ തുടക്കം. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന പ്രതിപക്ഷത്തിന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയുടെ വർഗീയ നിലപാട് ചൂണ്ടിക്കാണിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഐതിഹാസിക ബജറ്റ്. വികസിത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ് പ്രശംസിച്ച് പ്രധാനമന്ത്രി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ച 2026-27 വർഷത്തെ ബജറ്റിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബജറ്റ് പണപ്പെരുപ്പവും ധനക്കമ്മയും കുറയ്ക്കുമെന്നും വികസിത് ഭാരത് 2047നായുള്ള മിഷനാണിതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ചരിത്രാതീതമെന്നും അവസരങ്ങളുടെ പെരുമഴയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പരിഷ്കാരങ്ങൾക്ക് ഊർജ്ജം നൽകുന്നുവെന്നും ഭാവിയിലേക്കുള്ള രൂപരേഖയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. 2020 ലോകകപ്പ് കളിക്കും. ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിച്ച് പാകിസ്ഥാൻ. 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ നിന്നും പിന്മാറി പാകിസ്ഥാൻ. ലോകകപ്പിൽ കളിക്കുവാൻ പാകിസ്ഥാൻ ടീമിന് പാക് സർക്കാർ അനുമതി നൽകി.
ഫെബ്രുവരി 15-നാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പ് എ മത്സരത്തിൽ ശ്രീലങ്കയിലെ കൊളംബോയിൽ വെച്ചാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടേണ്ടിയിരുന്നത്. പാകിസ്ഥാൻ ഇന്ത്യയിൽ മത്സരങ്ങൾ നടത്തുവാൻ വിസമ്മതിച്ചിരുന്നു. തുടർന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ ICC അവരുടെ മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ബംഗ്ലാദേശിനെ ടൂർണമെന്റിൽ നിന്നും പുറത്താക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാൻ ടൂർണമെന്റ് ബഹിഷ്കരിക്കുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു. എന്നാൽ ടൂർണമെന്റിൽ കളിക്കുന്നതിനായി പാക് സർക്കാരിന്റെ അനുമതിക്കായി ടീം കാത്തിരിക്കുകയായിരുന്നു. ലോകകപ്പിൽ പങ്കെടുക്കുവാൻ അനുമതി നൽകുവാൻ പാക് സർക്കാർ തീരുമാനിച്ചു. എന്നാൽ ഇന്ത്യക്കെതിരെ മത്സരത്തിന് പാകിസ്ഥാൻ ഇല്ലെന്ന് പാക് ഭരണകൂടം എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. എയിംസ് എവിടെ നിർമ്മിക്കണമെന്നായിരുന്നു ചർച്ച. BJP ഇനി വാചക കസർത്ത് നടത്തരുത് കെ മുരളീധരൻ. കേരളത്തെ പൂർണ്ണമായും നിരാശപ്പെടുത്തുന്നതാണ് ബജറ്റെന്ന് കെ മുരളീധരൻ. കേരളം ആവശ്യപ്പെട്ട അതിവേഗ റെയിൽപാത, എയിംസ്, റബ്ബർ കർഷകർക്കായുള്ള താങ്ങുവില ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ബജറ്റിലില്ല. കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളായ 2 കേന്ദ്രമന്ത്രിമാർ ജനങ്ങളോട് മാപ്പു പറയണം. ഇനി ഇവിടെ വന്ന് വാചക കസർത്ത് നടത്തരുത്. എയിംസ് എവിടെ സ്ഥാപിക്കുമെന്നതായിരുന്നു ചർച്ച മുഴുവൻ. കേരളത്തിൽ നിന്നും വോട്ട് കിട്ടില്ല, ബാങ്ക് അക്കൌണ്ട് മാത്രമേ തുറക്കുവാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ബജറ്റിൽ സംസ്ഥാനത്തെ തഴഞ്ഞത് കെ മുരളീധരൻ വിമർശിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.